സ്വീഡന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു കൗണ്ടി ആണ് ഹാലൻഡ് കൗണ്ടി. ഇത് സാംസ്കാരികവും ചരിത്രപരവുമായ പ്രവിശ്യയുമായി ഏകദേശം യോജിക്കുന്നു. 6 മുനിസിപ്പാലിറ്റികളുണ്ട്. ഹാംസ്റ്റാഡാണ് തലസ്ഥാനം. ഇന്ന് ഞങ്ങളുടെ യാത്ര ഹാംസ്റ്റാഡിന്റെ അടുത്തുള്ള നഗരങ്ങളിലേക്കാണ്. ഹാൽംസ്റ്റാഡിൽ നിന്ന് വടക്ക് 40 കിലോമീറ്റർ അകലെയുള്ള ഫാൽക്കൻബർഗിലേക്കാണ് ഞങ്ങളുടെ യാത്ര. നഗരം കഴിഞ്ഞ് ഞങ്ങൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. വയലുകളും കൃഷിയിടങ്ങളും നിറഞ്ഞ പ്രദേശമാണ്. പ്രധാന കൃഷി ഗോതമ്പാണ്. ധാരാളം കുതിര, പശു, ആട് ഫാമുകൾ എന്നിവയും കാണാം. ഗ്രാമീണ അതിർത്തിയിലുള്ള കെട്ടിടത്തിന് ചുവപ്പും വെള്ളയും നിറങ്ങളാണുള്ളത്. ഫാൽക്കൻബർഗ് ഒരു പ്രദേശവും സ്വീഡനിലെ ഹാലൻഡ് കൗണ്ടി ഫാൽക്കൻബർഗ് മുനിസിപ്പാലിറ്റിയുടെ സീറ്റുമാണ്. ട്രെയിൻ നദിയുടെ അഴിമുഖത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഫാൽക്കൻ, ഫാക്ക്, മൗണ്ടെയിൻ, ബെർഗ് എന്നീ സ്വീഡിഷ് പദങ്ങളിൽ നിന്നാണ് ഈ പേര് വന്നത്. സമ്മർകാലത്ത് ഫാൽക്കൻബെർഗ് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പട്ടണത്തിലെ പ്രധാന ബീച്ച് സ്ക്രീ സ്ട്രാൻഡ് ആണ്. ബസ് ടെർമിനലിനോട് ചേർന്ന് ഒരു ഇന്ത്യൻ നേപ്പാൾ റെസ്റ്റോറന്റ് ഉണ്ട്. ഫാൽക്കൻബെർഗിന്റെ പള്ളി നിയോഗോതിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അഡ്രിയാൻ സി. പീറ്റേഴ്സൺ രൂപകൽപ്പന ചെയ്താണ്. കോൺക്രീറ്റ് അലങ്കാരങ്ങളോടുകൂടിയ ഗ്രാനൈറ്റ് മുഖച്ഛായുള്ള ഇതിന് 1892 ഒക്ടോബർ 14 സമർപ്പിക്കപ്പെട്ടു. പിന്നീട് പള്ളി പഴയ സെന്റ് ലോറന്റി പള്ളിയെ ഇടവക പള്ളിയായി മാറ്റി. ഫാൽക്കൻബെർഗിന്റെ മധ്യഭാഗങ്ങൾ അവയുടെ ആകർഷകമായ ചെറുപട്ടണത്തിന്റെ അനുഭവത്തിന് പേരുകേട്ടതാണ്. കല്ലുപാകിയ തെരുവുകൾ, പച്ചപ്പ്, സുഖപ്രദമായ കഫേ, ഒഴുകുന്ന ട്രെയിൻ, ഉയർന്ന നിലവാരമുള്ള കടകൾ, നന്നായി സന്ദർശിക്കുന്ന റെസ്റ്റോറന്റുകൾ എന്നിവയുടെ അതേ ചെറിയ പ്രതലത്തിൽ ഒരേപോലെ നിലനിൽക്കുന്നു. ഫാൽക്കൻബെർഗിന്റെ എനർസിറ്റിയ ചെറുതും വലുതുമായ പ്രശസ്തമായ ശൃംഖലകളും അതുല്യമായ ഷോപ്പുകളും കാണാം. നഗരത്തിലെ കഫേകൾ, കേക്ക് ഷോപ്പുകൾ, പബ്ബുകൾ എന്നിവ എല്ലാ രുചികൾക്കും ഷോപ്പിംഗിൽ നിന്ന് മനോഹരമായ ഇടവേളകൾ വാഗ്ദാനം ചെയ്യുന്നു. നഗരമധ്യത്തിന്റെ മധ്യത്തിൽ ക്ലാസിക് വലിയ ചതുരം ഉണ്ട്. ടോബ്രാൻ സ്വീഡനിലെ ഏറ്റവും മനോഹരമായ കൽപ്പാലമാണ്. ആട്രാൻ നദിക്ക് മുകളിലൂടെ ഉയരുന്നത്. ജലനിരപ്പും കറങ്ങുന്ന പ്രവാഹങ്ങളും കണക്കിലെടുക്കാതെ ഉറച്ചു നിൽക്കുന്നു. ടൽബ്രോണിന്റെ നിർമ്മാണം 1756 ആരംഭിച്ചു. 5 വർഷത്തിനു ശേഷം പൂർത്തിയായി. അതിനു മുമ്പ് നദിക്ക് കുറുകെ കടക്കാനുള്ള ഏക മാർഗം ഗാർവാരെ റാപ്പിഡ്സിന് മുകളിലൂടെയുള്ള ഒരു ലളിതമായ തടിപ്പാലമായിരുന്നു. എന്നിരുന്നാലും സ്പ്രിംഗ്, വെള്ളപ്പൊക്കം എന്നിവയാൽ ഇത് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ അത് ഭയാനകമായ രൂപത്തിലായിരുന്നു. അതിനാൽ ഇത്തവണ കല്ലുകൊണ്ട് ഒരു പുതിയ പാലം നിർമ്മിക്കാൻ കൗണ്ടി ഗവർണർ ഹമ്മൽഹീൽ മിന് രാജാവിൽ നിന്ന് അനുമതിയും ധനസഹായവും ലഭിച്ചു. കാൾ ഹാർലെമാൻ ആയിരുന്നു ഈ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ആദ്യത്തെ ആർക്കിടെക്റ്റ്. ടോബ്രാൻ എന്ന പേര് എങ്ങനെയാണ് ലഭിച്ചത്? 1914 വരെ സഞ്ചാരികളും പാലം കടന്നുപോകാൻ ടോൾ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിന് ടൽബ്രോൺ ടോൾ ബ്രിഡ്ജ് എന്ന പേര് ലഭിച്ചത്. 1984 മുതൽ പാലം ഒരു ലിസ്റ്റ് ഘടനയായി പ്രഖ്യാപിച്ചു. ഗാംല സ്റ്റാൻ ഫാൽക്കൻബെർഗ് സന്ദർശിക്കുമ്പോൾ ഗാംല സ്റ്റാനിലെ പഴയ പട്ടണത്തിലെ പഴയ ഉരുളൻകല്ല് തെരുവുകളിലൂടെ നടക്കാൻ പോകേണ്ടത് നിർബന്ധമാണ്. ചെരിഞ്ഞതും വളഞ്ഞതുമായ തടിവീടുകൾ, അതിന്റെ മധ്യകാല പള്ളി, സുഗന്ധമുള്ള റോസ് ഗാർഡൻ, ധാന്യശാല, റിയാൻ ഡിസൈൻ മ്യൂസിയം എന്നിവ സംരക്ഷിക്കാൻ നഗരത്തിന് കഴിഞ്ഞു.
ഗാംല സ്റ്റാനിനും ടൗൺ സെന്ററിനുമിടയിലുള്ള പഴയ ഹോട്ട് ബാത്ത് ഹൗസിലാണ് വധുസ്പാർക്കൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ പച്ചപ്പും ആസ്വദിക്കാം. ഇവിടെ എപ്പോഴും എന്തെങ്കിലും പൂക്കുന്നു. പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ കഴിയുന്ന ഒരു ട്രെയിനും മനോഹരമായ ഹരിത ഇടങ്ങളും ഉണ്ട്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം വാർബർഗ് ആണ്. ഫാൽക്കൻബർഗിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്കാണ് ഇത്. അതുപോലെ അങ്ങോട്ടുള്ള വഴിയും വ്യത്യസ്തമല്ല. ഒരു വശത്ത് ശാന്തമായ കടൽ, തൊട്ടടുത്ത് കാരൽ ഫാമുകൾ, മറുവശത്ത് വയലുകൾ. മനസ്സിന് കുളിർമേകുന്ന കാഴ്ച. ചോളം കൃഷി ഇവിടെ സമൃദ്ധമാണ്. ഇതിനിടയിൽ വ്യവസായങ്ങളും ഉണ്ട്. സെൻട്രൽ ഹാലൻഡിലെ ഒരു നഗരമാണ് വാർബർഗ്. വടക്ക് ഗോഥൻബർഗിനും തെക്ക് ഹാംസ്റ്റാഡിനും ഇടയ്ക്ക് കട്ടികാട്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. വാർബർഗിന്റെ സ്ക്വയർ രാജ്യത്തുടനീളം അറിയപ്പെടുന്നു. കൂടാതെ പടിഞ്ഞാറൻ സ്വീഡനിലുടനീളം ഏറ്റവും കൂടുതൽ വ്യാപാരികളുള്ള സ്വീഡനിലെ ഏറ്റവും വലിയ സ്ക്വയറുകളിൽ ഒന്നാണിത്. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ചത്വരത്തിൽ സജീവമായ ഒരു വ്യാപാരം നടന്നിരുന്നു. സ്ക്വയറിൽ നിന്നുള്ള ഒരു ഗ്രിഡ് സംവിധാനത്തിൽ അതുല്യമായ കടകളുള്ള തെരുവുകൾ. വാർബർഗിന്റെ സിറ്റി സെന്റർ മികച്ച ഷോപ്പിംഗിന് പേരുകേട്ടതാണ്. ചെറുതും അതുല്യവുമായ കടകൾ നിരവധി ഗുഡികൾ വാഗ്ദാനം ചെയ്യുന്നു. ഷോപ്പിംഗ്, ഒരു കാപ്പി അല്ലെങ്കിൽ ഉച്ചഭക്ഷണം, കടലിലൂടെയുള്ള നടത്തം എന്നിവയുള്ള ഒരു മാർക്കറ്റ് ദിനം വർഷം മുഴുവനും മനോഹരമായ അനുഭവമാണ്. സ്ക്വയർ ട്രേഡ്. വാർബർഗിന്റെ സ്ക്വയർ രാജ്യത്തെ ഏറ്റവും വലിയ സ്ക്വയറുകളിൽ ഒന്നാണ്. വർഷം മുഴുവനും എല്ലാ ബുധൻ, ശനി ദിവസങ്ങളിലും ഇവിടെ ഒരു മാർക്കറ്റ് നടക്കുന്നു. കഫേകൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ എന്നിവയാൽ ചുറ്റപ്പെട്ടതാണ് സ്ക്വയർ. മികച്ച വിലപേശലുകളും രുചികരമായ ഫുഡ് നൽകാൻ തയ്യാറാണ്. കല്ല് പാകിയ തെരുവുകളിൽ ഷോപ്പിംഗ് തെരുവുകൾക്കിടയിൽ എളുപ്പത്തിൽ നടക്കാം. ഇവിടെ ചെറിയ ഷോപ്പുകൾ മുതൽ വലിയ അന്താരാഷ്ട്ര ശൃംഖലകൾ വരെ എല്ലാം എളുപ്പത്തിൽ നടക്കാവുന്ന ദൂരത്തിലാണ്. ഫോറസ്റ്റ് സ്ട്രീറ്റ് എന്ന് വിളിക്കപ്പെടുന്നിടത്ത് നമുക്ക് കടകളിൽ നിന്ന് സ്റ്റോറിലേക്ക് നടക്കാം. എല്ലായ്പ്പോഴും പുതിയ എന്തെങ്കിലും കണ്ടെത്താം. സ്ക്വയറിന് ചുറ്റുമുള്ള ഗ്രിഡിൽ എല്ലാ അഭിരുചികൾക്കും വേണ്ടി കൈകൊണ്ട് തിരഞ്ഞെടുത്ത ഗോബിറ്റുകളുള്ള നന്നായി അടുക്കിയ കടകളുടെ സമൃദ്ധമായ ശേഖരമുണ്ട്. വാർബർഗാരന്റെയും വിനോദസഞ്ചാരികളുടെയും നല്ല വ്യക്തിപരമായ പെരുമാറ്റത്തിൽ പലരും അഭിമാനിക്കുന്നു. ലാഹോം. ഹാംസ്റ്റാഡിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ തെക്കായി ലാഹോം സ്ഥിതി ചെയ്യുന്നു. ലാഹോം സ്പുട്ടനിലെ ലഗാൻ നദിയുടെ തീരത്താണ് ലാഹോം സ്ഥിതി ചെയ്യുന്നത്. ലാഹോം നഗരം 13 നൂറ്റാണ്ടിലെ ഏറ്റവും പഴയതും ഹാലൻഡിലെ ഏറ്റവും ചെറിയ നഗരവുമായിരുന്നു. ഹാലൻഡിന്റെ ഏറ്റവും പഴയ നഗര കേന്ദ്രത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. കലയുടെയും സാംസ്കാരിക ചരിത്രത്തിന്റെയും സമ്പന്നമായ ഒരു സ്ഥലം. പവർ പ്ലാന്റിൽ ഹാൽസ്റ്റാഡിലേക്കുള്ള പഴയ റോഡ് ലഗാനിലൂടെ കടന്നുപോകുന്നത് ലഗാഹോമിന്റെ കോട്ടയുടെ നാശമാണ്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ലഗാഹോം കാസിൽ ചാൾസ് 11-ാമന്റെ ഉത്തരവനുസരിച്ച് 17 നൂറ്റാണ്ടിൽ നശിപ്പിക്കപ്പെട്ടു. പ്രതിരോധത്തിൽ കോട്ട അതിന്റെ പങ്ക് വഹിച്ചതായി കണക്കാക്കപ്പെട്ടു. 1930കളിൽ അവശിഷ്ടങ്ങൾ കുഴിച്ച് പുനഃസ്ഥാപിച്ചു. ഇന്ന് നിങ്ങൾക്ക് അവശിഷ്ടങ്ങൾക്കിടയിൽ ചുറ്റിനടന്ന് ഒരു വലിയ പെന്റഗണൽ കോട്ടയുടെ ചിത്രം സങ്കല്പിക്കാൻ കഴിയും. ഇതാണ് ലാഹോമിലെ ബസ് ടെർമിനൽ. സ്റ്റോർട്ടോർഗെറ്റിന്റെ മധ്യത്തിൽ നഗരത്തിന്റെ സർവേയറും ആർക്കിടെക്റ്റുമായ ജോഹാൻ ഹോസ്റ്റ്മെറ്റ് രൂപകൽപ്പന ചെയ്ത 1794 മുതലുള്ള മനോഹരമായ ടൗൺ ഹാൾ.
ടൗൺ ഹാളിന്റെ തെക്ക് ഗേബിളിൽ 1278 ലാഹോമിലെ സമാധാനത്തെ അനുസ്മരിക്കുന്ന സ്റ്റിഗ് ബ്ലോംബെർഗിന്റെ മെക്കാനിക്കൽ കലാസൃഷ്ടി നൈറ്റ്സ് ഗെയിം ഉണ്ട്. സ്റ്റോർടോർഗെറ്റിനും ഹാസ്റ്റോർഗെറ്റിനും ചുറ്റും നഗരത്തിലെ 2 സ്ക്വയറുകൾ അടുത്തടുത്തായി നിങ്ങൾക്ക് നിരവധി കടകൾ, കഫേകൾ, റെസ്റ്റോറന്റുകൾ കാണാം. സ്റ്റോർടോർഗെറ്റിൽ നിന്ന് ഒരു കല്ലേർ അകലെയാണ് ലാഹോമിന്റെ അവാർഡ് നേടിയ സിറ്റി പാർക്ക്. മനോഹരമായ സസ്യജാലങ്ങൾക്ക് പുറമെ പാർക്കിൽ 2 കളിസ്ഥലങ്ങളും 1824 മുതലുള്ള ചരിത്രപ്രസിദ്ധമായ എബ്ബറഡ് സ്റ്റുഗനും ഉൾപ്പെടുന്നു. ഹസ്റ്റോർഗെറ്റിൽ ലഗാന്റെ വ്യൂ ഒരിഖുഡ് ഇയല ടെക്കിങ്സ് മ്യൂസിറ്റ്. നോർഡിക്സിന്റെ ഡ്രോയിംഗ് കലയ്ക്കുള്ള ഏക മ്യൂസിയം. നോർഡിക് അന്തർദേശീയ കലാകാരന്മാരുടെ ചിത്രകാരന്മാരുടെ പ്രദർശനങ്ങൾ ഇവിടെ കാണിക്കുന്നു. കൂടാതെ എല്ലാ ദിവസവും പ്രവേശനം സൗജന്യമാണ്. നഗരത്തിലെ തെരുവുകളിലും ചത്വരങ്ങളിലും എല്ലാ പൊതു കലാസൃഷ്ടികൾക്കിടയിലും നിങ്ങൾക്ക് ഒരു ആർട്ട് വോക്ക് നടത്താനുള്ള അവസരം പ്രയോജനപ്പെടുത്താം. എല്ലാത്തിനുമുപരി ലാഹോം വലിയ കലാസൃഷ്ടികളുള്ള ഒരു ചെറിയ പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. വയലുകളും കാടും കടന്ന് ഞങ്ങൾ ഹൈറ്റിലേക്ക് യാത്ര ചെയ്യുന്നു. ഇത് നിസാസ്ട്രോം ജലവൈദ്യുത നിലയമാണ്. 1950 പ്രവർത്തനമാരംഭിച്ചു. വാർഷിക ഉത്പാദനം 60 ജിഗാവാട്ട് അവർ ആണ്. തെക്കുപടിഞ്ഞാറൻ സ്വീഡനിലെ ഹാലൻഡ് കൗണ്ടിയുടെ ഏക ഉൾനാടൻ മുനിസിപ്പാലിറ്റിയാണ് ഹൈറ്റ് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനമാണ് വ്യാവസായിക പട്ടണം ഹൈൽറ്റബ്രൂക്ക്. മുനിസിപ്പാലിറ്റി 2 ചരിത്രപ്രധാനമായ പ്രോവിൻസസ് ഹാലൻഡ് ആൻഡ് സുലൻഡ് അതിർത്തി കടക്കുന്നു. നിസാൻ നദി മുനിസിപ്പാലിറ്റിയിലൂടെ ഒഴുകുന്നു. ചെറിയ ഉയരങ്ങളുള്ള കുന്നുകളും അവയ്ക്കിടയിൽ തടാകങ്ങളോ ചതുപ്പുനിലങ്ങളോ ആണ് മുനിസിപ്പാലിറ്റിയുടെ ഭൂപ്രകൃതിയുടെ സവിശേഷത. വിങ്സ്മൗസൻ, ട്രോപ്ഹേമസൻ, മൗഗോസ്മിറിനായി സ്ഥാപിതമായ ചതുപ്പ് സസ്യ സമൂഹങ്ങളും വൈവിധ്യമാർന്ന പക്ഷി ജീവിതവുമുള്ള പ്രദേശങ്ങളാണ്. നിസാന്റെ താഴ്വര പ്രധാനമായും തെക്കടിഞ്ഞാർ ദിശയെ പിന്തുടരുന്നു. പുരാതന ഗ്ലേഷ്യൽ നദികളിൽ നിന്നുള്ള വസ്തുക്കളാൽ നിറഞ്ഞിരിക്കുന്നു. ഹെൽറ്റ്ബ്രൂക്ക് എന്നത് 1907 സ്ഥാപിതമായ ഹൈറ്റ് മില്ലിനു ചുറ്റും വളർന്നുവന്ന ഒരു സാധാരണ മിൽ കമ്മ്യൂണിറ്റിയാണ്. ഇത് 1200 ഓളം ജീവനക്കാരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂസ് പ്രിന്റ് മില്ലാണ്. ഇന്ന് ഏകദേശം 280 ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. ഒരു ന്യൂസ് പ്രിന്റ് മെഷീൻ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ യാത്രകളുമായി ഉടൻ മടങ്ങിവരും. Till then, bye.